അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നവരാവണം, നാം പറയുന്നത് അനുസരിക്കുന്നവരാവണം എന്നുള്ളത്. നമ്മുടെ മക്കള് നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. പൂർണ്ണമായും കേൾക്കുക, പ്രാർത്ഥന ഏതാണ് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് കണ്ട് അവരും ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും. ഈമാനുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹമാണ് തൻ്റെ മക്കൾ നിസ്കാരം നിലനിർത്തുന്നവരാവണം എന്നുള്ളത്. ഇന്നത്തെ തലമുറ നിസ്കരിക്കാൻ വളരെ മടിയുള്ളവരാണ്. മക്കളാരും പറഞ്ഞതനുസരിക്കുന്നില്ല, വീട്ടിൽ നിന്നാണെങ്കിലും നിസ്കരിക്കുന്നില്ല, പള്ളിയിലേക്ക് പറഞ്ഞാൽ പോകാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ആ ദുആ പഠിച്ചു വെക്കുകയും നമ്മുടെ മരണം വരെ ആ ദുആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. സൂറത്തു ഇബ്രാഹീമിലെ 40-ാമത്തെ ആയത്താണത്. ആ ആയത്ത് ഒരു പ്രാർത്ഥനയാണ്. ഈ ദുആ നാം നിത്യജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നതോടൊപ്പം നാമും നിസ്കരിക്കുന്നവരായിത്തീരും. ആ രൂപത്തിലുള്ള പ്രാർത്ഥനയാണ് ഇത്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇതാണ് പ്രാർത്ഥന. ഇനി ഈ പ്രാർത്ഥനയുടെ അർത്ഥം പറയാം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, എൻ്റെ റബ്ബേ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. വമിൻ ദുർരിയതി, എൻ്റെ സന്തതികളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഇതാണ് ഈ ദുആഇൻ്റെ അർത്ഥം. പടച്ച റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ സന്താന പരമ്പരകളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്നാണ് ഈ ദുആയിലൂടെ നാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും നാം ദുആ ചെയ്യുക. പ്രത്യേകിച്ച് 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഈ പ്രാർത്ഥന നാം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.